ഞാൻ ശ്രീലക്ഷ്മിയും കൊണ്ട് 1ാം ക്ലാസ് തൊട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അതിനിടയിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനത് വിട്ട് കളയില്ല ഒരു എയിമിനോടെ കൊണ്ടുപോയി. ഓരോ കൊറോണ സമയത്തും എല്ലാം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. മക്കളെ മോള് മാത്രമല്ല അവളെ ചേച്ചിയും 2 പേരെയും മ്യൂസിക് പഠിച്ച് മോളെ ഇവിടെ വരെ എത്തിച്ച് എനിക്ക് ഇത്ര വലിയൊരു ഫ്ലോറിൽ മോളെ പഠിക്കാൻ പറ്റി വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ആകാശപ്പാലക്കൊമ്പത്തു ഞാനിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. നമ്മുടെ നാട്ടുകാരി നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മോള് ശ്രീലക്ഷ്മി ഫ്ലവേഴ്സ് TV-യിലെ കൂടെ വലിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ എപ്പിസോഡും ഞാൻ കാണാറുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് ഇപ്പം പങ്കുവയ്ക്കണം. അടുത്ത സിനിമ, അടുത്ത പ്രൊജക്റ്റ്, എന്തായാലും അടുത്ത സിനിമയിൽ അവർക്കൊരു ചാൻസ് എന്തായാലും ഉണ്ടാവും. മേലെ വാനിലെ കിളികളായി ചേരാമാരിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ. ഞാൻ മോളെയും കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ട് എന്താ ഇത്ര എവിടെ എത്താനാന്നുള്ള ഒരു ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഒരു എയിം ഉണ്ടായിരുന്നു മോളെ ഏതെങ്കിലും നല്ലൊരു സ്റ്റേജിൽ എത്തിക്കണമെന്ന്. പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു സ്റ്റേജിലെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം മോളെ ഇനി എത്ര മുന്നോട്ട് പോകുന്നു അത്രയും ഞാൻ കൊണ്ടുപോകും. അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം ഞാൻ ചെയ്ത് മോളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.